ആസ് അമെൻഡഡ് ഇൻ 2011. അതായത് പലതവണ തിരുത്തലുകൾക്കും ഭേദഗതികൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും വെട്ടിക്കുറയ്ക്കലുകൾക്കും വിധേയമായ ഒരു ഭരണഘടനയാണ് ഈ ഭരണഘടന. ഇത് 2011 അമെൻമെന്റിന് ശേഷമുള്ള കോപ്പിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ പ്രഖ്യാപനമാണ്. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയർക്കീസും ആകുന്നു. ഇതാണ് ഒന്നാമത്തെ ക്ലോസ്. ഈ ഭരണഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ ആമുഖം അല്ലെങ്കിൽ ഒന്നാം ക്ലോസിൽ അന്ത്യോക്യ പാത്രിയർക്കീസ് ആണ് ഈ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതി ചേർത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മലങ്കര സഭയിലെ പള്ളികളും സ്വത്തുക്കളും തങ്ങളുടെ നിയന്ത്രണത്തിലും വരുതിയിലുമാക്കുവാൻ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ കീഴിലുള്ള യഥാർത്ഥ സഭ തങ്ങളാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് ഈ ഒന്നാം ക്ലോസ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരുപോലെ പൊതുജനത്തെയും ബഹുമാനപ്പെട്ട കോടതികളെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാണ്. കാരണം ഈ പറഞ്ഞ ഒന്നാം ക്ലോസിനോട് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയോ മാന്യതയോ സത്യസന്ധതയോ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പുലർത്തുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഒന്നാമത്തെ ക്ലോസിൽ എഴുതിയിരിക്കുകയാണ് പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയർക്കീസാണ്. എന്നിട്ട് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്ന വൈദിക തൊഴിലാളികൾ അവരുടെ വ്യാഖ്യാനം വരുന്നത് അത് അന്ത്യോക്യയിലെ പാത്രിയർക്കീസിന്റെ കാര്യമാണ്, അത് നമ്മുടെ സഭയുമായി ബന്ധമില്ല. നമ്മുടെ സഭയുമായി ബന്ധമില്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഭരണഘടനയിൽ മറ്റൊരു സഭയിലെ പാത്രിയർക്കീസിന്റെ കാര്യം എഴുതി വെക്കുന്ന എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ റോമിലെ പോപ്പിന്റെ കാര്യവും അലക്സാണ്ട്രിയയിലെ പാത്രിയർക്കീസിന്റെ കാര്യവും എത്യോപ്യയിലെ പാത്രിയർക്കീസിന്റെ കാര്യവും റഷ്യയിലെ പാത്രിയർക്കീസിന്റെ കാര്യവും ഒക്കെ ഈ ഭരണഘടനയിൽ എഴുതണ്ടേ? അതൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഇതാണ് പറഞ്ഞത്, ഫലപ്രദമായി തെറ്റിദ്ധരിപ്പിക്കുക. മലങ്കരയിലെ പള്ളികളെയും ഇടവകകളെയും സ്വത്തുക്കളെയും തങ്ങളുടെ നിയന്ത്രണത്തിലും വരുതിയിലും ആക്കുന്നത് വരെ അത് മുഴുവൻ നടത്തിച്ചെടുക്കുവാൻ അവർക്കൊരു മറയായിട്ട് അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ പേര് വേണം. ഇത് പൊതുജനം മനസ്സിലാക്കണം. ഈ വഞ്ചന ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഇവരുടെ വളരെ പേര് കേട്ട അല്ലെങ്കിൽ ഇവർ വാഴ്ത്തി പുകഴ്ത്തുന്ന ഇവരുടെ ഭരണഘടനയിലെ ഒന്നാം ക്ലോസിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന അന്ത്യോക്യ പാത്രിയർക്കീസ് ചില മാസങ്ങൾക്ക് മുമ്പ് കേരളം സന്ദർശിച്ചു. കേരളം മാത്രമല്ല, കർണാടകയും കേരളവും സന്ദർശിച്ചു. കേരളത്തിൽ വ്യാപകമായി വിവിധ സഭ അധ്യക്ഷന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കുകയും പലരും അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് തങ്ങളുടെ ഭരണഘടനയിൽ ഈ പേരെഴുതി വെച്ചിരിക്കുന്ന ഈ വിഭാഗം അദ്ദേഹത്തെ സന്ദർശിക്കുവാനോ എന്തിനേറെ അദ്ദേഹത്തിന്റെ സന്ദർശനം നടന്നു എന്ന് ഒന്ന് അക്നോളജ് ചെയ്യാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ സത്യസന്ധത പൊതുസമൂഹത്തിന് മനസ്സിലാവും. അപ്പൊ ഭരണഘടനയിൽ ഒന്നാം അധ്യായം ഒന്നാമത്തെ ക്ലോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന മേലധ്യക്ഷൻ എന്ന് പറയുന്ന ആ പ്രധാന മേലധ്യക്ഷൻ മലങ്കരയിൽ എഴുന്നള്ളി വന്ന് മലങ്കര സന്ദർശിക്കുന്ന സമയത്ത് മുഖം തിരിഞ്ഞു നിന്ന ഇവർക്ക് ഇവരുടെ തന്നെ ഭരണഘടനയോട് എത്രമാത്രം കൂറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഐക്യത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാകും, എത്രത്തോളം സത്യസന്ധത ഉണ്ടാകും, എത്രത്തോളം വിശ്വസ്തത ഉണ്ടാകും, എത്രത്തോളം സുതാര്യത ഉണ്ടാകും എനിക്കറിഞ്ഞുകൂടാ. എനിക്കത് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.